ഹായ് സുഹൃത്തുക്കളെ, റാബോസ് പോൾട്രി ഹൗസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കോഴിക്കൂട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കോഴിക്കൂടിനോട് ചേർന്നിട്ടുള്ള നമ്മുടെ പപ്പക്കായ മരവും കയ്യമാങ്ങ മരവും, നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ കശുമാവ് അതുപോലെ പപ്പായ എന്നായിരിക്കും പറയുക, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ പേര്. അത് വീണിട്ടുണ്ടായിരുന്നു മയത്ത്. അപ്പോൾ ആ മയത്ത് വീണ പപ്പായയുടെ ഇലകൾ ഞാൻ നല്ലോണം കൊത്തി ക്ലീനാക്കി റെഡിയാക്കിയിട്ട് നമ്മളെ കൂടിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് കോഴികൾക്ക് തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് കൂട്ടിലേക്ക് പോയാലോ? അപ്പം കൂട്ടിലേക്ക് പോവാണ്. അപ്പം ലാസ്റ്റ് വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഈ കോഴി കുട്ടികൾ വീട്ടിലെ ഫുഡ് കൊടുത്തതിന് ശേഷം ചത്തു പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവർക്കുള്ള ഒരു ഇതാണ്, അതായത് നമ്മൾ ഈ ചെറിയ കുട്ടികൾക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഫുഡ് നമ്മൾ വീട്ടിലുണ്ടാകുന്ന അരിയോ അല്ലെങ്കിൽ ചോറോ ഇതൊന്നും ഒരിക്കലും കൊടുക്കരുത്. അവിടെയാണ് ഒരുപാട് ആളുകൾക്ക് തെറ്റ് പറ്റിയത്. ഈ ചോറും നമ്മളെ വീട്ടിലുള്ള അരിയൊക്കെ നമ്മൾ അതിനെ കാണുമ്പോൾ കുട്ടികളോ ആരെങ്കിലുമൊക്കെ വാരിയിട്ടൊക്കെ ഇട്ട് കൊടുക്കും. പക്ഷെ അത് കൊത്തി തിന്നിട്ട് തൊണ്ടയെ കുടുങ്ങിയിട്ട് ചത്തു പോകുന്നതാണ് ഈ കുട്ടികൾ. അപ്പം നമുക്ക് ഏറ്റവും നല്ല ഫുഡ്, ഇതിന് കൊടുക്കാൻ പറ്റിയ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടറാണ്. നമുക്ക് ഈ കോഴിത്തീറ്റ വെക്കുന്ന ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ പറ്റും. പിന്നെ ഈ തീറ്റ സ്റ്റാർട്ടറാണ്. നമ്മൾ 1 മുതൽ, അതായത് ജനിച്ച് ഒരു 2 മാസം പ്രായം വരെയുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ സാധനം സ്റ്റാർട്ടറാണ്. അതിന് ശേഷം നമുക്കിപ്പോൾ ഒരു 2 മാസമൊക്കെ ആയതിനു ശേഷം നമുക്ക് ഗ്രോവർ അങ്ങനെയുള്ള ഗ്രോവറായിട്ട് കൊടുക്കാൻ പറ്റും. ഗ്രോവർ വാങ്ങാൻ കിട്ടും. അതുപോലെ അത് കൊടുക്കുക. അതിനുശേഷം ഏകദേശം ഒരു 4 മാസമൊക്കെ ആയി വണ്ണം വെച്ചു. അപ്പം നമ്മൾ തീറ്റ മാറ്റിയിട്ട് നമ്മളെ ലെയർ മാഷ്, അതും നമുക്ക് അവിടെ വാങ്ങാൻ കിട്ടുന്നതാണ്. ലെയർ മാഷ് കൊടുക്കുക. നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് ചോറോ അല്ലെങ്കിൽ അരിയോ ഇതൊന്നും ഇട്ട് കൊടുക്കരുത്. ഇതൊക്കെ തൊണ്ടയെ കുടുങ്ങിയിട്ട് ചാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇത് തിന്നൊക്കെ ചെയ്യും. പക്ഷെങ്കിൽ നമ്മൾ കാണുമ്പോൾ നല്ലോണം തിന്നുന്നുണ്ടാവും. പക്ഷെ ചില സമയത്ത് ഇത് തൊണ്ടയെ കുടുങ്ങിയിട്ട് ചത്തുപോകും. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഈ സ്റ്റാർട്ടറും ഗ്രോവറും ലവർ മേഷും തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പിന്നെ കുട്ടികൾക്ക് വെള്ളം വെച്ചു കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചെറിയ ബൗളിൽ മാത്രമേ വെള്ളം വെക്കാൻ പാടുള്ളൂ. ഒരുപാട് ആയമേറിയ ബൗളിലോ അല്ലെങ്കിൽ മറ്റുള്ള പാത്രങ്ങളിലോ വെള്ളം വെക്കരുത്. അതിൽ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾ കുടിക്കുന്ന സമയത്ത് അതിൽ വീണ് ചത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാണുന്ന തള്ളക്കോഴി പിന്നെ അതിലൂടെ വന്ന് നോക്കുന്നത് അതിൻ്റെ കുട്ടികളെയാണ് കേട്ടോ. കുട്ടികൾക്ക് നമ്മൾ ഇതുപോലെ സ്റ്റാർട്ടർ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിൽ. അപ്പോൾ ആ തള്ള ചിലപ്പോൾ ചവിട്ടി അത് മറിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് അതിനെ പുറത്താക്കിയത്. അപ്പോൾ അത് പുറത്തൂടെ വന്നിട്ട് ആ സൈഡിലൂടെയാണ് കണ്ടത്. അതുപോലെ ഈ കോഴികളൊക്കെ ഇപ്പം തിന്നുന്നത് ഇതും ഇപ്പോൾ നമുക്ക് ഒരു മാസം 1.5 മാസം പ്രായമായ കുട്ടികളാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത്. ഈ കുട്ടികൾക്കൊക്കെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് സ്റ്റാർട്ടറാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അരികളോ ചോറൊന്നും കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ ഈ കാണുന്നത് ഇപ്പം തള്ളക്കുട്ടിയെ നമ്മൾ കുട്ടികളെയും തള്ളയെ ഒരുമിച്ചാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. അതുപോലെ ഇനി അടുത്ത കൂട്ടിലും ഇതുപോലെ നമുക്ക് ഒരു തള്ള കോഴിയും കുറച്ച് കുട്ടികളും ഉണ്ട്. നമുക്ക് ഒരുപാട് കുട്ടികളെ ഇപ്പം നമുക്ക് നാടൻ കോഴി വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ, നമ്മളെ അയൽവാസിയായിട്ടുള്ള ആളുകളും ഒരുപാട് ആളുകൾ നമ്മുടെ ചോദിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം 1 മാസം 2 മാസം പ്രായമാകുമ്പോൾ തന്നെ നമുക്ക് സെയിലാകുന്നുണ്ട് കുട്ടികൾ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഈ കോഴി കൃഷി. അതായത് നമുക്ക് വീട്ടിൽ തന്നെ ചെറിയൊരു സ്ഥലം മതി, ഒരു കൂടും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഈ കോഴി ബിസിനസ്. അപ്പം നമ്മൾ ഒരു സമയത്ത് ചെറിയൊരു കൂട്ടിൽ 4 കോഴികളെയും വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. നമ്മളെ ഉമ്മയാണ് ഇതെല്ലാം ചെയ്ത് തുടങ്ങിയത്. പിന്നീട് നമുക്കതിൽ ഇൻട്രസ്റ്റ് വന്നു. നമ്മളതിപ്പം മുന്നോട്ട് വലിയ കൂടാക്കി, ഒരു വലിയ കൂട്ടിൻ്റെ ഉള്ളിൽ ചെറിയ കൂട്ടുകൾ വെച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു നല്ലൊരു സെറ്റപ്പിലേക്ക് കൊണ്ടുവരികയാണ്. നല്ലൊരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായത്. അപ്പം വീട്ടിൽ നമുക്കൊരു പിന്നെ സ്ത്രീകളൊക്കെ ജോലിയൊന്നുമില്ല, വീട്ടിൽ മാത്രം ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അതുപോലെ മറ്റുള്ള ഈ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ കോഴി കൃഷി. അതിന് വലിയ ചിലവൊന്നുമില്ല, നമുക്ക് ചെറിയ ചിലവുകൾ മാത്രമേ ഉള്ളൂ. ഒരുവിധം ഈ കോഴികൾ വണ്ണം വെച്ചതിനാൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മളെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് ഇട്ടിട്ട് നമ്മളൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കമ്പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് കരിങ്കോഴി. നമ്മളെ കരിങ്കോഴി ഒരുപാട്
മാസത്തിന് ശേഷം നമുക്ക് മുട്ട ഇട്ട് തന്നിട്ടുണ്ട്. ഇത് ഈ കാണുന്നത് നമ്മളൊരു തള്ളക്കോഴിയും അതിൻ്റെ കുട്ടികളുമാണ്. ഇനി ഒരു മുട്ട നമ്മൾ അത് പുറത്ത് വെച്ചതാണ്. ബാക്കിയുള്ള മുട്ടയിൽ ആൾ അടയിരുന്നിട്ടുള്ളത്. ഏകദേശം 5-8 മുട്ടയുണ്ട്. അതിലിപ്പോൾ ഒരു 4 മുട്ടയോളം വിരിഞ്ഞ് കോഴി കുഞ്ഞുങ്ങളായിട്ടുണ്ട്. അത് അതിൻ്റെ ചിറകിൻ്റെ അടിയിലായത് കൊണ്ടാണ് നമുക്ക് കാണാത്തത്. നമ്മൾ പൊന്തിച്ച് കാണിച്ചു തരാം. ചാള ഇന്ന് കൊത്ത് കിട്ടും, ശ്രദ്ധിക്കണം. കണ്ടോ, ഈ കാണുന്ന 4 കുട്ടികൾ നമുക്ക് വിരിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് 1-2 ദിവസം കൊണ്ട് വിരിയും. ഏകദേശം ഇത് വെച്ചിട്ട് കുറച്ച് സമയമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി 1-2 ദിവസം കൊണ്ട് ഈ ബാക്കിയുള്ള മുട്ടകളും വിരിയും. ഈ കോഴികൾക്കൊക്കെ നമ്മൾ ഈ സൈഡിലൊക്കെ അത് കണ്ടോ, അവിടെ ഒരു നല്ല മണ്ണ്, കിളച്ച മണ്ണ് അവിടെ സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ ആ കോഴികൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്, കോഴികളധികം മണ്ണിലാണ് കുളിക്കുക. അപ്പോൾ ആ കോഴികൾക്ക് വേണ്ടിയിട്ട് അവിടെ സെറ്റായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കൂട്ടിലും ഈ കാണുന്ന തള്ളക്കുട്ടി അടയിരുന്നിട്ടുള്ളത്. ഇതിൻ്റെ അടിയിലും നമുക്ക് 5-6 മുട്ട വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരുപാട് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഓർഡർ ഉള്ളതാണ്. ഓർഡർ ഉള്ളതനുസരിച്ച് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ നമുക്ക് അടുത്തുള്ള ആളുകളാണ് വന്ന് വാങ്ങാറുമുണ്ട്. അതുപോലെ നമ്മുടെ കമ്പോസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ ഇതാ കണ്ടോ, ഇതിപ്പം നമ്മൾ കൊത്തിവെച്ച നമ്മുടെ പപ്പായയുടെ ഇലയാണ്. ആ ഇല നമ്മളിപ്പം കോഴിക്ക് തിന്നാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇലകളിൽ തണ്ടൊഴികെ ബാക്കിയെല്ലാം കൊത്തി അത് കംപ്ലീറ്റ് തണ്ട് മാത്രം കാലിയാക്കിയിട്ട് തരും. കാരണം കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ ഇങ്ങനെയുള്ള വെജിറ്റബിളായ ഈ ഇലകളൊക്കെ. നമുക്ക് കമ്പോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന സാധനങ്ങൾ ഒരു വലിയൊരു ഡബ്ബ അല്ലെങ്കിൽ നമുക്കൊരു വലിയൊരു ടിന്നോ പാത്രങ്ങളോ എന്തായാലും മതി. അതിൽ നമ്മൾ നമ്മുടെ ഫുഡ് വേസ്റ്റ് മാത്രം ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ഈ ബ്ലാക്ക് സോൾജറിൽ ലാവ, അതായത് നമുക്ക് പുഴുക്കളെ കിട്ടും. ആ പുഴുക്കൾ നമുക്ക് ഈ കോഴികൾക്ക് കൊടുത്താൽ നമുക്ക് മുട്ട ഒരുപാട് കൂടാനും മുട്ടക്ക് ക്വാളിറ്റി കൂടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. ഈ കമ്പോസ്റ്റ് നമുക്ക് പഞ്ചായത്തിലൊക്കെ പോയി തന്നെ കമ്പോസ്റ്റ് ഇട്ട് വെക്കാനുള്ള ഡ്രം ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മളിപ്പോൾ ഈ കോഴികൾക്ക് കൊടുക്കാൻ പോകുന്ന തീറ്റയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടറാണിത്. നമുക്ക് തീറ്റകൾ വിൽക്കുന്ന ഷോപ്പുകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഈ കുട്ടികൾക്ക്, ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കും തള്ളക്കോഴിയും ഇരിക്കുന്നിടത്ത് അവർക്ക് ചെറിയൊരു പാത്രത്തിൽ കൊടുക്കുക. അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം കൊടുക്കുക. നമ്മളൊരിക്കലും വലിയ ചോറും അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാതിരിക്കുക. പറ്റുവാണെങ്കിൽ കമ്പോസ്റ്റ്, ഞാൻ പറഞ്ഞില്ലേ, കമ്പോസ്റ്റിൽ ഏറ്റവും നല്ല പശുക്കളും അതുപോലെ വീട്ടിൽ നിലന്തരകൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഈ കോഴികൾക്ക് തിന്നാൻ കൊടുത്താൽ നല്ല ക്വാളിറ്റിയുള്ള മുട്ടകളും ഒരുപാട് മുട്ടകളും ഇടാനും സാധ്യത കൂടുതലാണ്. നമ്മൾ ഈ ഇതിൽ വെള്ളം വെച്ച് കൊടുത്തത് നമ്മളെ ടിഫിനാണ് കേട്ടോ. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടിഫിൻ ബോക്സാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതൊക്കെ, വേസ്റ്റ് ഇടുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ കോഴികൾക്ക് വേണ്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒരു കൂട് വെക്കാൻ മാത്രമേ സ്പേസ് ഉണ്ടു. ബാക്കിയെല്ലാം നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളും മറ്റുള്ളതെല്ലാം ഉപയോഗിച്ചിട്ട് ഈ കോഴികളെ വളർത്താൻ പറ്റുന്നു. ഏറ്റവും നല്ലൊരു സിമ്പിളായിട്ട് നമുക്കൊരു നല്ലൊരു ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ കോഴി വളർത്തൽ. അതുപോലെ നമ്മളെ കരിങ്കോഴിൻ്റെ കാര്യം പറഞ്ഞു. കരിങ്കോഴിയുടെ മുട്ടക്ക് നല്ല വാല്യൂ ആണ്, അതായത് നല്ല പ്രൈസ് ഉണ്ട് മാർക്കറ്റിൽ. നമ്മളിപ്പോൾ ലാസ്റ്റ് നമുക്ക് അടയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ ഒരു 5-8 കോഴിമുട്ട വാങ്ങിയിരുന്നു. അപ്പം നല്ല പ്രൈസ് പറഞ്ഞു. പക്ഷെ നമ്മൾ ആ സമയത്ത് നമുക്ക് കരിങ്കോഴിനെ വേണ്ടത് കൊണ്ട് തന്നെ ആ പ്രൈസ് കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു. പക്ഷെ അപ്പം നമുക്കിപ്പം നല്ല 2 കോഴികൾ മുട്ട ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഓർഡറും നമുക്ക് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് കമ്പോസ്റ്റ്. നമ്മൾ ഫുഡ് വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ കമ്പോസ്റ്റ്. ഇനി ഇതിലെ പശുക്കളെ നമ്മൾ ഈ വല കണ്ടോ, വലയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ അരിച്ച്, അല്ലെങ്കിൽ അരിപ്പ് ഉണ്ടെങ്കിൽ അരിപ്പയിൽ അരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പശുക്കളെ മാത്രം കിട്ടും. അപ്പോൾ ആ പശുക്കളെ മാത്രം എടുത്തിട്ട് നമുക്കിതിന് കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മളോട് ഈ കൂടിനെ കുറിച്ചൊക്കെ ഒരുപാട് ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എങ്ങനെ ചെയ്തു, എത്ര പ്രൈസായി. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. ഓക്കെ.